रहमत का उजाला छाया, अल्लाह ने ये फरमाया, उठो ऐ मोमिनो माह रमजान आया, उठो ऐ मोमिनो माह रमजान आया। ഇത് കോഴിക്കോട് നഗരിയിലെ മുച്ചുന്തിപ്പള്ളിയാണ്. വളരെയേറെ ചരിത്ര പ്രാധാന്യമേറിയ പള്ളിയാണിത്. ഫാരിസ് ഭാഷയിലെഴുതിയ ഒരു ഫലകമാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഏകദേശം 1200 വർഷം പഴക്കമുള്ളതായി പറയപ്പെടുന്നു. 12ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണികഴിപ്പിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക്. ഇത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മുച്ചുന്തിപ്പള്ളി. 1100 വർഷം പഴക്കമുണ്ടെന്നുള്ള പരമാർത്ഥം മുച്ചുന്തിപ്പള്ളിയിലെ ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുച്ചിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അറേബ്യയിലെ വ്യാപാര പ്രമുഖനാൽ പണിതീർത്ത ഈ പള്ളിക്ക് മുച്ചിയൻ പള്ളി എന്ന് വിളിപ്പേർ വന്നു. ശേഷം അത് മുച്ചിയൻ്റെ പള്ളി എന്നും പിന്നീടത് മുച്ചുന്തിപ്പള്ളി എന്നും വിളിച്ചു പോരുന്നു. പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ചരിത്രങ്ങളടങ്ങിയ ഒരു പള്ളിയാണിത്. പല ഗവേഷകന്മാരും ചരിത്രന്മാരും ഇവിടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ വരാറും അവരൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാറും അവർ പല ഫോട്ടോകൾ എടുക്കാറും അത് പ്രദർശിപ്പിക്കാറും ചെയ്യാറുമുണ്ട്. അതുപോലെ ഈ പള്ളി പല മഹാന്മാരും മുൻകാലങ്ങളിൽ ഇവിടെ ബന്ധപ്പെടുകയും പല ചരിത്ര കിതാബുകളും ഞങ്ങൾ വരുന്ന കാലത്ത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പല ചരിത്ര കിതാബുകളും ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ പടപ്പാട്ട് എഴുതിയതും അതുപോലെ ഷാഹുൽ അമീദ് തങ്ങൾ ഈ പള്ളിയുടെ മേൽഭാഗത്ത് 2 മാസം റിയാദ, അതായത് ആത്മീയമായുള്ള ഉയർച്ചയ്ക്ക് ആരാധന നടത്തിയതും ഒക്കെ ഏറ്റവും ബന്ധപ്പെട്ട അത്തരം പള്ളിയാണ് ഇത്. കൂറ്റൻ മര ഉരുപ്പടികൾ കൊണ്ടാണ് ഈ പള്ളി പണിതീർത്തിരിക്കുന്നത്. അതിപുരാതന കേരളീയ വാസ്തുശില്പ രീതിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നതും. പത്മദളാകൃതി ആവർത്തിച്ച് കൊത്തിവെച്ച മച്ചും വാതിലുകളും പവിത്രമായ പള്ളിക്ക് മനോഹാരിതയേറ്റുന്നു. വിവിധ ചിത്രപ്പണികളാൽ അലംകൃതമായ മുച്ചുന്തിപ്പള്ളിയിൽ പരിശുദ്ധ ഖുർആൻ വാക്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളതും നയനമനോഹരമായി തന്നെയാണ്. ചരിത്ര ഗവേഷകരുടെയും സത്യാന്വേഷികളുടെയും നിത്യ സന്ദർശന ഗേഹവുമാണ് ഈ മുച്ചുന്തിപ്പള്ളി. ലോഗൻ്റെ മലബാർ മാന്വലിലും ഇബ്നു ബത്തൂത്ത എന്ന പ്രസിദ്ധ ചരിത്ര സഞ്ചാരിയുടെ വിവരണങ്ങളിലും എല്ലാം മുച്ചുന്തിപ്പള്ളി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കേരളക്കരയിലെ മാപ്പിള മക്കൾക്ക് അഥവാ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ചരിത്ര ഇശലുകൾ സമ്മാനിച്ച മഹാകവി മോയിൻകുട്ടി വൈദ്യർ പടപ്പാട്ടെഴുതിയത് ഈ പവിത്രമായ മുച്ചുന്തിപ്പള്ളിയുടെ വരാന്തയിലിരുന്നാണെന്നത് ചരിത്ര സത്യമാണ്. പ്രസിദ്ധമായ നാഗൂർ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഷാഹുൽ ഹമീദുൻ നാഹൂരി റളിയല്ലാഹു തആല അൻഹു
തങ്ങളവർകൾ മാസങ്ങളോളം ഈ പള്ളിയിൽ റിയാളയിലിരുന്നതും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒളിമങ്ങാതെ നിൽക്കുന്നു. റിയാള എന്നാൽ ആത്മീയ ഉയർച്ചയ്ക്ക് പ്രാർത്ഥനാ നിരതനാവുക എന്നതാണ്. മുച്ചിന്തിപ്പള്ളിയിലെ പ്രമുഖനായ ഇമാമും പ്രസിദ്ധനായ പണ്ഡിതവര്യനുമായ മർഹൂം കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മക്ബറയാണിത്. നാട്ടുകാർ ബഹുമാന പുരസ്സരം ഉപ്പാപ്പ എന്നാണ് വിളിച്ചു പോരുന്നത്. 120 വർഷം മുമ്പ് മരണപ്പെട്ട കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ പരിശുദ്ധ മക്കയിൽ പോയി പഠനം നടത്തി വന്ന മഹാനായ പണ്ഡിതനുമായിരുന്നു. ഇതിൽ പലതിൻ്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ 1100 വർഷം പഴക്കമുള്ള പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളി മുമ്പ് കാലങ്ങളിലുള്ള രാജാക്കന്മാർ ഈ പള്ളിയുടെ ചെലവ് ഏറ്റെടുത്തിരുന്നു എന്നും അവർ ആണ് ഈ പള്ളി നോക്കിയിരുന്നെന്നും മതമൈത്രി ഈ കാലഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട പല കാര്യങ്ങളും ആ പലകയിൽ കുത്തിവെച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുകയുണ്ടായി എന്ന് MGS നാരായണൻ്റെ വാക്കിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക ഐക്യത്തിൻ്റെ നിത്യ നിർമ്മല സാക്ഷിയായ മുച്ചുന്തിപ്പള്ളിയിലെ ശിലാലിഖിതത്തിൽ രാജാവിൻ്റെ പ്രത്യേക ശ്രദ്ധയും ഔദാര്യപൂർണമായ സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്നതിൻ്റെ ചരിതവും വട്ടെഴുത്തുലിപിയിലും അറബി ഭാഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് മുച്ചുന്തിപ്പള്ളിയുടെ ചാരത്തു കാണാം. കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അറബിക്കടലിൻ്റെ ഓരത്തു സ്ഥിതി ചെയ്യുന്ന മുച്ചുന്തിപ്പള്ളിയുടെ സമീപ പ്രദേശത്ത് പഴക്കമുള്ള ഒന്നിലധികം പള്ളികൾ വേറെയും കാണാം. അറബി വ്യാപാരികൾ വന്നണഞ്ഞതും ഇസ്ലാം മതവിശ്വാസികൾ ഒന്നിച്ചു ചേർന്നു പാർത്തിരുന്നതും ഈ പ്രദേശത്തു തന്നെ ആയിരുന്നു എന്ന ചരിത്ര സത്യം ഇന്നും മുസ്ലിംകൾ കൂട്ടമായി വസിക്കുന്ന കുറ്റിച്ചിറ പ്രദേശത്ത് എത്തുന്നവർക്കെല്ലാം സുതരാം വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്. ഇത് മുച്ചുന്തിപ്പള്ളിയുടെ കൃഷിസ്ഥലമാണ്. വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്തു പോകുന്ന വ്യക്തിയാണ് ഹസൻകോയ. ഹസൻകോയയെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ വർഷം ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 62 ഇവിടെ എന്തൊക്കെ കൃഷിയാണ് പ്രധാനമായും ചെയ്യാറുള്ളത്? ചീര, കൊത്തമ്പാൽ ചെപ്പ്, പുതിന, കരിയപ്പ്, പിന്നെ പല പച്ചമരുന്നുകളും. നാവൂർ വീരാൻ സാഹിബ് എന്ന് പറഞ്ഞ ഔലിയ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ദർസ് നടത്തിയതും ഇവിടെ ഈ സ്ഥാപനം നിലനിർത്തിയതൊക്കെ മൂപ്പരാണ്. അതിൻ്റെ പേരിൽ ഇന്നും അയാളെ പേരിൽ ഞങ്ങൾ ഇവിടെ ഒരു നേർച്ച കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജാതി സ്ഥലത്തു നിന്നും പല കൂട്ടരും നല്ല സംഭാവന തരലുണ്ട്. അങ്ങനെ നമ്മളത് കഴിച്ചുകൊണ്ട് ഇന്ന് വരെ കൊല്ലം വരെ നടത്തിക്കണം. പള്ളികളുടെ ബാഹുല്യവും മുസ്ലിം സഹോദരങ്ങളുടെ കേന്ദ്രപ്രദേശവും മുച്ചുന്തിപ്പള്ളിയും മിസ്കാൽ മസ്ജിദും അതിലുപരി കുറ്റിച്ചിറ വലിയ ജുമാഅത്ത് പള്ളിയും ഖാലിമാരുടെ ആസ്ഥാനവും ഒക്കെ തന്നെ ഈ പ്രദേശമായതിനാൽ നൂറ്റാണ്ടുകളുടെ വ്യാപാര ചരിത്രവും അറേബ്യൻ വ്യാപാര ബന്ധവും രാജാക്കന്മാർ ഈ പ്രദേശത്ത് നൽകിപ്പോന്ന പ്രത്യേക താൽപ്പര്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പവിത്രമായ ചരിത്രവും സുദൃഢവും സുതാര്യവും സംതൃപ്തവുമായ ബന്ധങ്ങളും ഇസ്ലാമിക ചൈതന്യവത്തായ ചരിത്ര സത്യങ്ങളുമാണ്.
ഈ മഹത്തായ ചരിത്രങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുവാനാവില്ല. ചരിത്ര സത്യങ്ങളുടെ നയനമനോഹരങ്ങളും ഹൃദയഹാരിയുമായ മധുനുകരുവാൻ കേരളത്തിലെ പുരാതനങ്ങളും മനോഹരങ്ങളുമായ ആരാധനാലയങ്ങളിലൂടെ ചരിത്രത്തെ ചാരത്തടിപ്പിക്കുവാനായി നാളെയും നമുക്ക് കാണാം.